നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടെക്നോ ഷാനിക് മലയാളം യൂട്യൂബ് ചാനൽ. ഞാൻ ഷാനിക്. സുഹൃത്തുക്കളെ, റീസെൻ്റ് ആയിട്ട് ഒരുപാട് പുതിയ ബഡ്ജറ്റ് സ്മാർട്ട് ഫോണുകൾ ലോഞ്ച് ചെയ്യുമ്പോഴും നമുക്ക് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് ലഭിക്കുന്നത് ലാഭത്തിന് മേൽ ലാഭമാണ്. കാരണം ഒരുപാട് സ്മാർട്ട് ഫോണുകൾ പുതിയത് വരുന്നു, ഒരുപാട് സ്മാർട്ട് ഫോൺ കമ്പനികൾ പുതിയത് വരുന്നതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ ഒരുപാട് കൂടുന്നു. സോ എല്ലാ കമ്പനികളും അവരുടെ സ്മാർട്ട് ഫോൺ വളരെയധികം ഇംപ്രസീവ് ആയിട്ടുള്ള പ്രൈസ് സെഗ്മെന്റിൽ വെക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ കൺസ്യൂമേഴ്സിന് ലാഭത്തോട് ലാഭം. അപ്പോൾ നിങ്ങൾ ഏത് ഫോണിന്റെ കമ്പനിയുടെ ഫാൻ ആണെങ്കിൽ പോലും റിയൽമി 3 എന്ന ഫോണിന്റെ ഈ ലോഞ്ചിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഫോണിനെ കുറിച്ച് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ നിങ്ങൾ ഇപ്പോൾ അറിയാന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്ന ഫോണിന്റെ ഐഡിയ നിങ്ങൾ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നേക്കാം. സോ റിയൽമി 3നെ കുറിച്ച് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഈ വീഡിയോ അവസരം വരെ കാണാൻ ശ്രമിക്കുക. സോ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. സുഹൃത്തുക്കളെ, ആദ്യം തന്നെ പറയാനുള്ളത്, ഈ ഫോണിനെ കുറിച്ച് കിട്ടിയിരിക്കുന്ന നമുക്ക് ലീക്സ് എന്ന് പറയുന്നത് ഒഫീഷ്യലാണ്. സാധാരണ നമ്മൾ അൺഒഫീഷ്യൽ കാര്യങ്ങൾ കൂടി സംസാരിക്കാറുണ്ട്, പക്ഷെ ഇത് കംപ്ലീറ്റ്ലി ഒഫീഷ്യലാണ്. അപ്പോൾ ആദ്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ സാംസങ് M30, റെഡ്മി നോട്ട് 7, റെഡ്മി നോട്ട് 7 പ്രോ ഇതുപോലുള്ള ഒരുപാട് ബെസ്റ്റ് സ്മാർട്ട് ഫോണുകൾ പുതിയതായി വന്നുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ M30 ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി 27-ന്, റെഡ്മി നോട്ട് 7 പ്രോ വരുന്നത് ഫെബ്രുവരി 28-ന്. സോ നമ്മൾ റിയൽമി എന്ന ഈ പുതിയ ബ്രാൻഡിൽ നിന്നും കൂടി രണ്ടു കൊല്ലം മുന്നേ ഒരിക്കലും പേര് പോലും കേട്ടില്ലാത്ത ഈ ബ്രാൻഡ് പെട്ടെന്ന് ഒരിക്കലും ഉദിച്ചു വന്നിട്ട്, അപ്പോൾ നമ്മൾ ഈ കമ്പനിയിൽ നിന്നും എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നു. ഇവർ ഇപ്പം ഉണ്ടാക്കിയ ഒരു മാറ്റങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ അവരൊരു ഇൻവോൾവ്മെന്റ് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുന്നു അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അവർ നമ്മുടെ പ്രതീക്ഷയ്ക്ക് വക തന്നെ 2050 Q1, അതായത് മാർച്ച് 1 തന്നെ അവരുടെ ആദ്യത്തെ ഫോൺ 2019 റിയൽമി 3 ലോഞ്ച് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ ഇപ്പം നിങ്ങൾക്ക് കാണാം. ആ ഫോണ് ഓൾമോസ്റ്റ് അവർ പറഞ്ഞിരിക്കുന്നത് റീഡിഫൈനിങ് ആണ്. നമ്മൾ ലവ് ചെയ്യുന്ന അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവരിൽ ഇഷ്ടപ്പെടുന്ന ആ ഡയമണ്ട് കട്ട് ഫിനിഷ് തന്നെയാണ് നമുക്ക് ഇത്തവണയും തരാൻ പോകുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൽ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. നമ്മൾ നോർമലായിട്ട് നമ്മുടെ എല്ലാ റിയൽമി ഫോൺസിലും ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പാണ് കാണാനായിട്ട് സാധിച്ചത്. പക്ഷേ ഇതിൽ വെർട്ടിക്കൽ ആയിട്ടുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അതും ഡുവൽ ക്യാമറ സെറ്റപ്പ് തന്നെയാണ് ആസ് യൂഷ്വൽ. അപ്പോൾ ഡിസൈൻ വൈസ് ആ ഒരു ചേഞ്ച് മാത്രമാണ് എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമ്മളെ ലുക്ക് കിട്ടിയിട്ടില്ല, പക്ഷേ എങ്കിലും നമുക്ക് ഉറപ്പിക്കാം അത് വാട്ടർ ഡ്രോപ്പ് നോച്ച് തന്നെയായിരിക്കും. ക്യാമറയുടെ റൂമേഴ്സ് വന്നിരിക്കുന്നത് 48 മെഗാ പിക്സൽ. നമ്മൾ അറിഞ്ഞതുപോലെ തന്നെ 48 മെഗാ പിക്സൽ റിയർ ക്യാമറയും +5 വരുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇപ്പോൾ എല്ലാ ഫോണിലും 48 ആണ്. റെഡ്മി നോട്ട് 7 വന്നതോടെ തന്നെ അത് ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയില്ല 48 ആണെന്ന് ഒരു വെബ്സൈറ്റ് ഞാൻ കണ്ടു റിസർച്ച് ചെയ്തപ്പോൾ. പക്ഷെ മറ്റൊരു വെബ്സൈറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 48 ഒരു പക്ഷേ ഈ ഡിവൈസിലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു ഡിവൈസ് ലോഞ്ച് ചെയ്യും അതിലായിരിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയില്ല. പക്ഷേ ആക്ച്വലി 2 റൂമേഴ്സ് വെക്കുന്നുണ്ട്. ഒന്ന് 48+5, 2 എന്ന് പറയുന്നത് 16+5. അപ്പോൾ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് തന്നെ ആയിരിക്കും. 48 ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ മെച്ചം. റെഡ്മി നോട്ട് 7 ഒരു നല്ല കോമ്പറ്റീഷൻ തന്നെ ആയിരിക്കും. പിന്നെ അടുത്തത് ഇതിൽ അവർ റിവീൽ ചെയ്തിരിക്കുന്നത് അതിന്റെ പ്രോസസർ തന്നെയാണ്. മീഡിയ ടെക്കിന്റെ ഹീലിയോ P70 പ്രോസസർ തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഇന്ത്യൻ വേരിയന്റിന് മാത്രമാണ് ഇങ്ങനെ P70 എന്ന ചിപ്സെറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേസമയം നമ്മുടെ ഗ്ലോബൽ വേരിയന്റിൽ ഉപയോഗിച്ചിരിക്കുന്നത് മീഡിയ ടെക്കിന്റെ ഹീലിയോ P60 പ്രോസസറാണ്. നമ്മുടെ മാധവ് ഷേത്ത്, റിയൽമിയുടെ CEO, എനിക്ക് തോന്നുന്നു അത് റെഡ്മി നോട്ട് 7 കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം സ്നാപ്ഡ്രാഗൺ 660 ഈ മീഡിയ ടെക്കിന്റെ ഹീലിയോ P70 പ്രോസസറിനെ അവർ കമ്പയർ ചെയ്യണ്ടായി. തീർച്ചയായും അതൊരു പിടി മുന്നിൽ തന്നെയാണ്. അപ്പോൾ നമുക്കറിയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പ്രൈസ് റേഞ്ച് ഏത് സെഗ്മെന്റ് ആയിരിക്കുന്നതാണ്. അപ്പോൾ റെഡ്മി നോട്ട് 7 അതേ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അഗ്രസീവ് ആയിരിക്കും. ഇനി എൻ്റെ ഒരു ആവശ്യം പറയാം, നമ്മൾ റിയൽമി എന്നൊക്കെ പറയുമ്പോൾ പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണെന്ന് പറയാം. ഒരു 4000 mAh ബാറ്ററി, ഒരു നല്ല ഒരു ഡിസ്പ്ലേ, ആമോലെഡ് ആയാലും നല്ലത്. അത് ലഭിക്കുമെന്ന് നമുക്കറിയില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് 2019 സ്മാർട്ട് ഫോണുകളിൽ USB Type-C പോർട്ട് വേണം, ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് കൂടി വേണം. കാരണം റെഡ്മി ഒഴികെ ബാക്കി ഏതും ഈ ബഡ്ജറ്റിൽ അല്ലെങ്കിൽ ബഡ്ജറ്റ് ഓറിയന്റഡ് സ്മാർട്ട് ഫോണുകളിൽ Type-C കൊണ്ടുവന്നില്ല. റെഡ്മി കൊണ്ടുവരുന്നതേ ഉള്ളൂ ഫെബ്രുവരി 28-ന്. അപ്പോൾ ഇതുകൂടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതും ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ കൺസ്യൂമേഴ്സിന് ഒരുപാട് ചോയ്സ് ലഭിക്കുകയാണ്. സാംസങ് M30 കൂടി വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ചോയ്സ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ എനിക്ക് തോന്നുന്നു റിയൽമി 3നെ കുറിച്ചിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള കിട്ടിയ ഇൻഫർമേഷൻ മുഴുവൻ ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവെച്ചാൻ ശ്രമിക്കുമെന്ന് വിചാരിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി വീഡിയോ ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൊടുക്കാന്ന് വെച്ചാൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, സൗജന്യമാണ്. സോ ഞാൻ അടുത്തൊരു വളരെ തന്നെ വരും. അതുവരെ ഗുഡ് ബൈ.